നമസ്കാരം, എല്ലാവർക്കും വിൻമേ കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഓറിയോ പുഡിംഗ് ആണ്. അപ്പോൾ അതിന് വേണ്ടുന്ന സാധനങ്ങൾ എന്തെല്ലാം നോക്കാം നമുക്ക്. ഞാനിവിടെ 3 പാക്കറ്റ് ഓറിയോ ബിസ്ക്കറ്റ് എടുത്തിട്ടുണ്ട്, 1 കപ്പ് ക്രീം എടുത്തിട്ടുണ്ട്, 1 കപ്പ് പൊടിച്ച പഞ്ചസാര, 1/4 ടീസ്പൂൺ വാനില എസൻസ്, 2 ടേബിൾ സ്പൂണ് ബട്ടർ. അപ്പോൾ ഇതെല്ലാം ഇതിൻ്റെ സാധനങ്ങൾ. അപ്പോൾ നമ്മൾ പാത്രം ചൂടായിട്ടുണ്ട്, അതിലേക്ക് നമുക്ക് ബട്ടർ ഇടാം 2 ടേബിൾ സ്പൂൺ. ഇതൊന്ന് മെൽട്ടായി വരട്ടെ. അപ്പോൾ ഇത് കരിഞ്ഞു പോകാണ്ട് ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മൾ പുഡിങ്ങിനൊരു കരിഞ്ഞ മണം വരും, അപ്പോൾ അത് ശ്രദ്ധിക്കണം. പിന്നെ നമുക്ക് ഇനി എന്താ വേണ്ടതെന്ന് വെച്ചാൽ ബിസ്ക്കറ്റ് ഇനി പൊടിച്ചു വെക്കാം. ബിസ്ക്കറ്റിൽ നിന്ന് ക്രീം ഇവിടെ വേർതിരിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഈ ബിസ്ക്കറ്റ് എല്ലാം ഒന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ ബിസ്ക്കറ്റ് ഇവിടെ പൊടിച്ചെടുത്തിട്ടുണ്ട്, ബട്ടറും മെൽട്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ രണ്ടും കൂടി ഒന്ന് നമുക്ക് മിക്സ് ആക്കി എടുക്കാം. അപ്പോൾ നമ്മൾ ബിസ്ക്കറ്റും മെൽറ്റ് ചെയ്ത ബട്ടറും കൂടി ഞാൻ നല്ലോണം മിക്സ് ആക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മളെ പുഡിംഗ് ട്രേ ഒന്ന് ഗ്രീസ് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ബട്ടർ ഇട്ടിട്ട് കൈ വെച്ചിട്ട് തന്നെ ഒന്ന് നല്ലോണം എല്ലായിടത്തും ഒന്ന് ആക്കി കൊടുക്കാം. ഇനി നമുക്ക് ഇതൊന്ന് നമ്മളെ ബേസ് ഒന്ന് റെഡിയാക്കി എടുക്കാം. എല്ലായിടത്തും ഒന്ന് നല്ലോണം ബിസ്ക്കറ്റിൻ്റെ പൊടി ഒന്ന് നല്ലോണം അമർത്തിയിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്കിനി ഈ ബേസ് ഒന്ന് ഒരു അരമണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ടൊന്ന് സെറ്റാക്കി എടുക്കാം. ഇനി നമ്മൾ ക്രീം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. അതിനുവേണ്ടി ഞാനിവിടെ 1 കപ്പ് ക്രീം ഇടുന്നുണ്ട്. നല്ല തണുത്ത ക്രീമാണ് ഇട്ടിട്ടുള്ളത്. അതിൻ്റെ അടിയിൽ ഞാൻ ഒരു പാത്രത്തിൽ കുറച്ച് ഐസ് കട്ടയോട് കൂടിയിട്ട് കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ബീറ്റ് ചെയ്യാം. അപ്പോൾ നമ്മളെ ക്രീം ഇവിടെ ചെറുതായിട്ട് ഫ്ലഫി ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് പഞ്ചസാര ഇതിലിട്ട് കൊടുക്കാം. അടിച്ചുകൊണ്ടും പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് വാനില എസൻസ് ചേർക്കാം. വീണ്ടും നന്നായിട്ടൊന്ന് ക്രീം ഒന്ന് ഫ്ലഫി ആകുന്നവരെ അടിച്ചെടുക്കാം. അപ്പോൾ ഞാനിവിടെ നമ്മളെ ഓറിയോ ബിസ്ക്കറ്റിൻ്റെ ക്രീം എടുത്ത് വെച്ചിട്ടില്ല, അതും കൂടി ഇതിലിടുന്നുണ്ട്. അപ്പോൾ നമ്മളെ ക്രീം ഇവിടെ നല്ല ഫ്ലഫി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഇവിടെ കുറച്ച് ഓറിയോ ബിസ്ക്കറ്റ് ചെറുങ്ങനെ പൊട്ടിച്ചിട്ട് വെച്ചിട്ടുണ്ട്. അത് ഇതിലേക്ക് മിക്സ് ആക്കിയിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. നമുക്ക് ചെറുങ്ങനെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുത്താൽ മതി. അത് നമ്മളെ ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അത് നമുക്ക് ഈ ബേസിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം പുഡിങ്ങിൻ്റെ.
നല്ലോണം ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം നമുക്കിത്. അപ്പോൾ നമ്മളെ ക്രീം ഇവിടെ സെറ്റായിട്ട് ഞാൻ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിൽ കുറച്ച് ബിസ്ക്കറ്റിൻ്റെ പൊടി ഒന്ന് വെതറി കൊടുത്തിട്ട് ഡെക്കറേറ്റ് ചെയ്യാം. അപ്പോൾ നമ്മളെ പുഡിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരു 4 മണിക്കൂറിലേക്ക് സെറ്റ് ആവാൻ വേണ്ടിയിട്ട് ഇനി ഇത് ഫ്രിഡ്ജിൽ വെക്കാം. അപ്പോൾ നമ്മൾ ഓറിയോ പുഡിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതൊരു 4 മണിക്കൂർ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുത്തതാണ്. അപ്പോൾ ഇനി ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ പുഡിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് അപ്പോൾ നമ്മൾ ഓറിയോ പുഡിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ ഒന്ന് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അതിൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാൻ പുതിയ വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ.